Good morning to all. Today we started our fourth module, Management of Company. Management of Company. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ കുറച്ച് കൂടുതലും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ അകത്ത് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഡയറക്ടേഴ്സ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഓഫ് എ കമ്പനി ഈസ് വെസ്റ്റഡ് ഓൺ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ പറയും ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഡയറക്ടേഴ്സ് ഇസ് ദ മെയിൻ പേഴ്സൺ ഓഫ് ദ കമ്പനി. അപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ എല്ലാ ലീഡിങ് ഡിസിഷൻസും എടുക്കുന്ന പേഴ്സണാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. The board of directors can appoint a chief executive officers of the company and set out overall strategic decisions. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ സെലക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പർപ്പസ് ഓഫ് ടു സെറ്റിംഗ് അപ്പ് ദ ഓവറോൾ സ്ട്രാറ്റജിക് ഡയറക്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് ബോർഡ് ഗവേണൻസ് നോക്കാം. ബോർഡ് ഗവേണൻസ് ഈസ് ദ ഫ്രെയിംവർക്ക് ദാറ്റ് സ്ട്രക്ചർ ആൻഡ് ദ board and how it operates. At its core, board of governance include the board responsibility and organization's well-being. ബോർഡ് ഗവേണൻസ് അല്ലെങ്കിൽ ബോർഡ് ആൻഡ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ഓഫ് ദ ബോർഡ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബോർഡ് ആൻഡ് ഗവേണൻസിൽ. നമ്മൾ പറഞ്ഞിരുന്നു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ദസ് എ കമ്പനി ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ ആൻഡ് യെറ്റ് ഇറ്റ് ആക്ട് ആസ് എ നാച്ചുറൽ പേഴ്സൺ. ദാറ്റ് മീൻസ് എന്താണ്? കമ്പനി എന്ന് പറഞ്ഞാൽ വി ആർ ട്രീറ്റഡ് ആസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ലോ ഒരു കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്താണ്? ഒരു നാച്ചുറൽ പേഴ്സൺ ഇല്ല. അതൊരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആവും കമ്പനി എന്ന് പറയുന്നത്. സോ ദർ ഈസ് നോ നാച്ചുറൽ പേഴ്സൺ. സോ കമ്പനിക്ക് സ്വയം ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺസ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ പറഞ്ഞു കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ദർ ഈസ് എ നോ നാച്ചുറൽ പേഴ്സൺ. സോ എന്താണ്? ദേ കനോട്ട് ആക്ട് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ആക്ട് ഓൺലി ത്രൂ സം ഹ്യൂമൻ പേഴ്സൺസ്. അവിടെ അവർക്ക് കമ്പനിക്ക് സ്വയം ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അവർക്ക് ഹ്യൂമൻ പേഴ്സൺസിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ഡയറക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ദ പേഴ്സൺ ത്രൂ ഹൂം ഇറ്റ് ആക്ട് ആൻഡ് ബൈ ഹൂം ദ ബിസിനസ് ഓഫ് ദ കമ്പനി കണ്ടക്റ്റഡ് ഓർ നോൺ ആസ് ഡയറക്ടേഴ്സ്. എന്താണ്? ദ പേഴ്സൺ ത്രൂ ഹൂം ഇറ്റ് ആക്ട് ആൻഡ് ബൈ ഹൂം ദ ബിസിനസ് ഓഫ് ദ കമ്പനി ഈസ് കണ്ടക്റ്റഡ്. അതായത് ആരാണോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്ടർ. The director of the company are collectively known as the board of directors or board. The directors of the company നമ്മൾ പറയുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് എന്ന്. The board of directors entrust the day-to-day management of the company to the professionally qualified chief executives who may be managing the director or manager by delegating necessary power. That means എന്താണ്? മാനേജിങ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ചീഫ് എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ചീഫ് എക്സിക്യൂട്ടീവ്സ് വഴിയായിരിക്കും കമ്പനിയുടെ എല്ലാ പവേഴ്സും ഡ്യൂട്ടീസൊക്കെ അതർ പേഴ്സൺസിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാം അക്കോർഡിംഗ് ടു സെക്ഷൻ 149 സബ്സെക്ഷൻ 1 എവറി കമ്പനി ഷാൽ ഹാവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് of individual as director. The public company required minimum number of 3 directors to the constitute of the board, where in the private company required minimum 2. That means എന്താണ്? ഒരു കമ്പനി റൺ ചെയ്ത് പോകണമെങ്കിൽ അവിടെ എന്താണ്? മസ്റ്റായിട്ട് അവിടെ ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കണം. നമ്മുടെ കമ്പനീസിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദ കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. In the case of public company, there must be 3 directors in the company. In case of public company, there must be 2 directors in the company.
അപ്പോൾ പബ്ലിക് കമ്പനിയുടെ കേസസിലാണെങ്കിൽ അവിടെ മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയുടെ കേസസിലാണെങ്കിൽ ദർ മസ്റ്റ് ബി 2 മെമ്പേഴ്സ് ഇൻ ദ കമ്പനി. നെക്സ്റ്റ് നമുക്ക് പറയാം, ബട്ട് ഇൻ ദ കേസ് ഓഫ് 1 person കമ്പനി ഇറ്റ് ഈസ് ഓൺലി 1. ഇൻ കേസ് ഓഫ് 1 person കമ്പനി ദാറ്റ് മീൻസ് സോൾ ട്രേഡിംഗ് ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി 1 ഡയറക്ടർ. In the case of company can appoint more than 15 directors after passing a special resolution. In case of നമുക്കൊരു കമ്പനിയിൽ 15 ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേണമെന്നുണ്ടെങ്കിൽ കമ്പനി മസ്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ദ കമ്പനി മസ്റ്റ് പാസ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ. In such cases, some prescribed classes of the company shall have at least 1 woman director. ഇനി ചില certain കേസസിൽ കമ്പനി മസ്റ്റ് ആയിട്ട് അവരുടെ ആർട്ടിക്കിൾസിലോ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിലോ ഒക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ദ കമ്പനി മസ്റ്റ് ഹാവ് 1 വുമൺ ഡയറക്ടർ. അങ്ങനെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടൊരു വുമൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം. അപ്പം ഇതാണ് മെയിനായിട്ട് ബോർഡ് ആൻഡ് ഗവേണൻസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗവേണൻസിന് നമുക്കൊരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്ത് പറഞ്ഞിട്ടാണ്. ഗവൺമെൻറ് ഹാസ് ബീൻ ഡിഫൈൻഡ് ടു റെഫർ ദ സ്ട്രക്ചർ ആൻഡ് പ്രോസസ്സസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു എൻഷുർ ദ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, റെസ്പോൺസീവ്നെസ്, റൂൾ ഓഫ് ലോ, സ്റ്റെബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ് ഓഫ് ദ പാർട്ടിസിപ്പൻസ്. ദാറ്റ് മീൻസ് എന്താണ്? ഒരു ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി എന്താണ് നോക്കുന്നത്? ആ കമ്പനിയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമേഷനാണ് നമ്മൾ ഗവേണൻസിൽ നോക്കുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഗവേണൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം? നല്ലൊരു അക്കൗണ്ടബിൾ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, റെസ്പോണ്ടൻ്റ് ആയിരിക്കണം, കൺസെൻസസ് ഓറിയൻറ്റഡ് ആയിരിക്കണം, പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം, ഇൻക്ലൂസീവ് ആയിരിക്കണം, അതേപോലെ തന്നെ ഫോളോയിങ് റൂൾസ് ഓഫ് ലോ ആൻഡ് എഫിഷ്യൻറ്റ്. ഇതൊക്കെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഗവേണൻസ്, ഒരു നല്ല ഗവേണിംഗ് സ്ട്രക്ചർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ആ കമ്പനി നല്ല അക്കൗണ്ടബിൾ ആണോ, ട്രാൻസ്പെറൻ്റ് ആണോ, റെസ്പോൺസീവ് ആണോ, കൺസ്യൂമർ ഓറിയൻറ്റഡ് ആണോ, പാർട്ടിസിപ്പേറ്ററി ആണോ, ഇൻക്ലൂസീവ് ആണോ, അതേപോലെ തന്നെ ഫോളോയിങ് റൂൾസ് ഓഫ് ദ ലോ. ഇതെല്ലാം ഉണ്ടോയെന്ന് നോക്കിയാലാണ് നമുക്ക് ഒരു നല്ലൊരു ഗവേണൻസ് ആ കമ്പനി ഫോളോ ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹൂസ് ഡയറക്ടർ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 34, എ ഡയറക്ടർ ഈസ് വൺ ഓഫ് ദോസ് പേഴ്സൺ who are responsible for directing, governing and controlling the policies of management of the company. All directors collectively are called board of directors or board. അപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടർ ഈസ് എ പേഴ്സൺ who is responsible for directing, governing and controlling of the policies of the management of the company. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ ആരാണോ ഡയറക്റ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, ആ പേഴ്സണെ പറയുന്നതാണ് ഡയറക്ടർ. സോ ഡയറക്ടർ ഈസ് എ പേഴ്സൺ ഹൂ ആർ റെസ്പോൺസിബിൾ ടു ഡയറക്റ്റിംഗ്, ഗവേണിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ പോളിസി ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് നമുക്ക് പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ പറയുന്ന വേറൊരു പേര് എന്താണ്? ദേ കളക്റ്റീവ്ലി നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബോർഡ്. അപ്പോൾ ഒരു കമ്പനിയുടെ എല്ലാ ഫങ്ഷൻസും മാനേജ് ചെയ്യുന്ന മെയിൻ പേഴ്സണെ പറയുന്നതാണ് ഡയറക്ടർ. ഡയറക്ടറിനെ മെയിൻലി നമ്മൾ പറയുന്ന ഒരു വേറെ പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ്. The directors are the top administrative organ and the company can operate only through them. They are the brain of the organization, responsible for all the policies making and decision making activities. So എന്താ പറയുന്നത്? The directors are the top administrative officer. ഡയറക്ടറാണ് ഓരോ ഓർഗനൈസേഷൻ്റെ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ആർ ദ ടോപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അതുകൊണ്ട് തന്നെ എന്താണ്? ഡയറക്ടറാണ് ആ കമ്പനിയുടെ ടോപ്പ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞത്. സോ എല്ലാ ഡിസിഷൻസും ആരായിരിക്കും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? ദ ഡയറക്ടേഴ്സ് ആർ ദ ബ്രെയിൻ ഓഫ് ദ ഓർഗനൈസേഷൻ. സോ അതുകൊണ്ട് എല്ലാ പോളിസീസ് മേക്ക് ചെയ്യുന്നതും എല്ലാ ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നതും ആരാണ്? ഡയറക്ടേഴ്സാണ്. അപ്പോൾ അതാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഡയറക്ടർ ഈസ് എ പേഴ്സൺ ഹൂ ആർ റെസ്പോൺസിബിൾ ടു ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻസ് ആർ ടേക്കൺ. അവരാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടറാണ്. ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013,
does not lay out any particular qualification or academic or professional qualification for the directors. According to Companies Act, not prescribed any academic or professional qualification for the directors. Companies Act പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ് അതിൻ്റെ അകത്ത് പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് പെർ 66 table A, 66 of table A, director must be hold at least one share in the company. ഡയറക്ടർ എന്താ ചെയ്യേണ്ടത്? അക്കോർഡിംഗ് ടു 66 ഓഫ് ടേബിൾ എയിൽ പറയുന്നത് ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ 1 ഷെയറെങ്കിലും അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വേറെ ഷെയർ ക്വാളിഫിക്കേഷൻ ഈസ് ഫിക്സഡ് ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ അസോസിയേഷൻ. അതായത് ഷെയർ ക്വാളിഫിക്കേഷൻ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇവരുടെ പേര് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മെമ്പേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ആരുടെ പേരാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പേഴ്സൺ ആണ് മെമ്പർ. സോ അത് തന്നെയാണ് പറയുന്നത് ഒരു മെമ്പർക്കാണ് ബോർഡ് ഓഫ് ഡയറക്ടർ ആവാനായിട്ടുള്ള അവകാശമുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ആ കമ്പനിയുടെ ഒരു ഷെയറെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റേ ടൈം നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ആ പേഴ്സൻ്റെ നെയിം എൻ്റർ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഈച്ച് ഡയറക്ടർ മസ്റ്റ് അക്വയർ ദ ക്വാളിഫിക്കേഷൻ ഷെയർസ് വിത്തിൻ 2 months ആഫ്റ്റർ ഹിസ് അപ്പോയിൻമെൻറ്റ്. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്? ആളുടെ അപ്പോയിൻമെൻറ്റ്, അതായത് നമ്മുടെ അപ്പോയിൻമെൻറ്റിന് ശേഷം അയാൾ ക്വാളിഫിക്കേഷൻ ഷെയർസും കൂടി അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈച്ച് ഡയറക്ടർ മസ്റ്റ് അക്വയർ ദ ക്വാളിഫിക്കേഷൻ ഷെയർ വിത്തിൻ 2 months ആഫ്റ്റർ ഹിസ് അപ്പോയിൻമെൻറ്റ്. ആളുടെ അപ്പോയിൻമെൻറ്റിന് 2 മാസത്തിന് ആളുടെ അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് 2 മാസത്തിന് ശേഷം ആൾ എന്ത് ചെയ്തിരിക്കണം? ക്വാളിഫിക്കേഷൻ ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയാം ദ നോമിനൽ വാല്യൂ ഓഫ് ദ ക്വാളിഫിക്കേഷൻ ഷെയർ മസ്റ്റ് നോട്ട് ബി എക്സീഡ് 5,000. അതായത് ക്വാളിഫിക്കേഷൻ ഷെയർ അക്വയർ ചെയ്യണമെന്ന് പറയില്ല, ആ ക്വാളിഫിക്കേഷൻ ഷെയറിൻ്റെ എമൗണ്ട് 5,000-നേക്കാളും എക്സീഡ് ആവാനായിട്ട് പാടില്ല. ദ നോമിനൽ വാല്യൂ ഓഫ് ദ ക്വാളിഫിക്കേഷൻ ഷെയർ മസ്റ്റ് നോട്ട് ബി എക്സീഡ് 5,000 rupees. നെക്സ്റ്റ് നമുക്ക് പറയാം ഷെയർ വാറൻറ്റ് വിൽ നോട്ട് ബി കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഷെയർ ക്വാളിഫിക്കേഷൻ. ദാറ്റ് മീൻസ് ഷെയർ വാറൻറ്റ് നമ്മൾ ഒരു ഷെയർ ക്വാളിഫിക്കേഷനായിട്ട് അതായത് നമ്മൾ കൺസിഡർ ചെയ്യില്ല അല്ലെങ്കിൽ കൗണ്ട് ചെയ്യില്ല. ഷെയർ വാറൻറ്റ് വിൽ നോട്ട് കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഷെയർ ക്വാളിഫിക്കേഷൻ. നമ്മൾ ചിലപ്പോൾ ഷെയർ വാറൻറ്റ് എടുത്തിട്ടുണ്ടായിരിക്കാം. ദാറ്റ് കനോട്ട് ബി കൺസിഡർ ആസ് എ ഷെയർ ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ ദ കേസ് ഓഫ് ജോയിൻറ്റ് ഷെയർ ഹോൾഡിംഗ് ഓൺലി വൺ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ബി സെർവ്ഡ് ടു possess share qualification expert where the article provided otherwise. That means ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ ജോയിൻറ്റ് ഷെയർ ഹോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചിലപ്പോൾ 2 പേഴ്സൺസ് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് പറയുന്നത് ജോയിൻറ്റ് ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജോയിൻറ്റ് ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷെയർ പർച്ചേസ് ചെയ്യുന്നത് 2 പേഴ്സൺസ് കൂടിയിട്ടായിരിക്കാം. അങ്ങനത്തെ കേസസിലാണെന്നുണ്ടെങ്കിൽ 1 പേഴ്സൺ, അതിൻ്റെ അകത്ത് ഏതെങ്കിലും 2 പേഴ്സൺ എന്ന് പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് 1 പേഴ്സൺ ആയിരിക്കും അതിൻ്റെ പൊസഷൻസ് കിട്ടാനുള്ള അവകാശമുണ്ടായിരിക്കുക. ഇൻ കേസ് ഓഫ് ചിലപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും അതേക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത് പ്രോബ്ലം ഇല്ലാന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ അതായത് ആ ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സിനും കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പേഴ്സ് ആവാം. അപ്പോൾ ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അണ്ടർ സെക്ഷൻ 274 പ്രകാരമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ ഒരു ഡയറക്ടർ എങ്ങനെയൊക്കെ ഡിസ്ക്വാളിഫൈ ആവാന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എ പേഴ്സൺ ഫൗണ്ട് ടു ബി അൺസൗണ്ട് മൈൻഡ് ബൈ ദ കോർട്ട് ഓഫ് ദ കോമ്പിറ്റൻറ്റ് ജുഡിസിഷൻ ആൻഡ് ഇറ്റ് ഫൈൻഡിങ് ഇറ്റ്സ് ഫോഴ്സ്. ദാറ്റ് മീൻസ് എന്താണ്? ദ പേഴ്സൺ ഹീസ് മൂവിങ് ഓൺ അൺസൗണ്ട് മൈൻഡ്. ദാറ്റ് മീൻസ് അൺസൗണ്ട് മൈൻഡിലേക്കാണ് ആൾ മൂവ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സണെ നമ്മൾ അൺസൗണ്ട് മൈൻഡായിട്ട് കോർട്ട് ഡിക്ലെയർ ചെയ്യാണ് ഹീ ഷുഡ് ബി ഇൻ അൺസൗണ്ട് മൈൻഡ്. അയാളിപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ ബുദ്ധിമാന്ദ്യം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് ആൾ വന്നു എന്ന് കോടതി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ പേഴ്സൺ ഫൗണ്ട് ടു ബി അൺസൗണ്ട് മൈൻഡ് ബൈ ദ കോർട്ട് ഓഫ് കോമ്പിറ്റൻറ്റ് ജുഡിക്ഷൻ. ഇതാണ് പറയുന്നത് കോർട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ ഷുഡ് ബി അൺസൗണ്ട് മൈൻഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ആൻഡ് അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. ദാറ്റ് മീൻസ് ആൾ ദരിദ്രനാവുക, ഇൻസോൾവെൻ്റ് ആവുക. ആ കേസസിൽ എന്താണ് ഒരു ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. സോ അതൊരു കേസസാണ് ആൻഡ് അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്.
നെക്സ്റ്റ് പറയുന്നതാണ് എ പേഴ്സൺ ഹൂസ് ടു അപ്ലൈ ഇൻ ദ adjudicated as an insolvent and his application is pending. അതായത് ചില പേഴ്സൺസ് കോടതി മുമ്പാകെ ചിലപ്പോൾ ഞാൻ ഇൻസോൾവൻ്റ് ആണെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്തിട്ട് പെൻഡിങ്ങിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ആ പേഴ്സൺ ചിലപ്പോൾ കോർട്ടിൽ കൊടുക്കും ഞാൻ ഇൻസോൾവൻ്റ് ആണെന്ന് കാണിക്കണം എന്നുള്ളൊരു ഇത് വേണമെന്ന്. അപ്പോൾ അങ്ങനത്തെ കേസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ കോൺഫ്ലിക്റ്റഡ് ബൈ ദ കോർട്ട് ഓഫ് എനി ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടർപ്ലേറ്റ് ആൻഡ് സെൻറ്റൻസ് ഇൻ ദ റെസ്പെക്ട് thereof to imprisonment is not less than 6 months and period of 5 years has not been elapsed from the date of expiry of the sentence. That means എന്താണ്, ആ പേഴ്സൺ എന്തെങ്കിലും ഒഫൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കറപ്ഷനോ കാര്യങ്ങളോ ചെയ്തിട്ട് ഇംപ്രസ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ 6 months അല്ലെങ്കിൽ 5 yearsനിടയിൽ അങ്ങനെ കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണെ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് കോർട്ടിൻ്റെ പ്രകാരം അയാളൊരു കുറ്റവാളിയോ കാര്യങ്ങളോ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ നമുക്ക് ഡിസ്ക്വാളിഫൈ ആയിട്ട് പ്രഖ്യാപിക്കാം. നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നതാണ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി held by him, whether alone or jointly with others, and 6 months having elapsed from the last day fixed for the payment of the call. That means എന്താ പറയുന്നത്, അതായത് ആ പേഴ്സൺ, ദാറ്റ് മീൻസ് ഡയറക്ടർ ആയിരുന്ന പേഴ്സൺ എന്തെങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്തെങ്കിലും പേ ചെയ്യാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റ് വരെയും ആൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളെന്തായിത്തീരും, ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് തീരും. അപ്പോൾ ഇത്രയും കേസസിലാണ് നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. മിസ് നെക്സ്റ്റ് പോർഷൻസിലേക്ക് പോവാണ്. ലീഗൽ പൊസിഷൻ ഓഫ് ദ ഡയറക്ടർ. ലീഗൽ പൊസിഷൻ ഓഫ് ദ ഡയറക്ടർ ഈസ് എ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ദ എക്സാക്ട് ലീഗൽ പൊസിഷൻ ഓഫ് ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി. ദാറ്റ് മീൻസ് എന്താണ് ലീഗൽ പൊസിഷൻ, അതായത് ഒരു ഡയറക്ടറിൻ്റെ ലീഗൽ പൊസിഷൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ ചില ടൈംസിൽ ദ ഡയറക്ടേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് സംടൈംസ് ആസ് ഏജൻറ്റ്, സംടൈംസ് ആസ് ട്രസ്റ്റി, സംടൈംസ് ആസ് മാനേജിങ് ഡയറക്ടർ. അതായത് പല ടൈംസിലും ഡയറക്ടേഴ്സിനെ പലതായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് പറയുന്നത്, ചില സമയത്ത് നമ്മൾ അവരൊരു ഏജൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും, ചിലപ്പോൾ ട്രസ്റ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും, ചിലപ്പോൾ മാനേജിങ് ഡയറക്ടറായിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് പറയുന്നത് കറക്റ്റായിട്ടൊരു ലീഗൽ പൊസിഷൻ ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതേപോലെ കമ്പനീസ് ആക്ട് പ്രകാരം ഇതിന് വേണ്ടിയിട്ടൊരു എഫേർട്ടും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. ആ ടൈമിൽ അവരെന്തായിട്ടാണോ ആക്ട് ചെയ്യുന്നത് അത് പ്രകാരമായിരിക്കും അവരുടെ റോള് വരുന്നത്. ഫസ്റ്റ് നമുക്ക് പറയാം ഡയറക്ടർ ആസ് ആൻ ഏജൻറ്റ്. ഡയറക്ടർ ആസ് ആൻ ഏജൻറ്റിൽ പറയുന്നത് ആൻഡ് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആക്ട് ത്രൂ ഇറ്റ്സ് ഡയറക്ടർ. It is the eye of law they are agent. However, they have certain independent powers and they need not consult in shareholders on other matters. The directors are not personally liable for as an agent provided they act within the scope of their authority and do not make contract in the personal names. That means എന്താണ്, in case of director ഒരു ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ഈസ് ആക്ട് ആസ് ഏജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ അവിടുത്തെ ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യുന്നത് ആരാണ്, ഡയറക്ടേഴ്സാണ്. അപ്പോൾ ആരാണ് ലോ പ്രകാരം ആരെയാണ് നമ്മൾ ഏജൻസിനെയാണ് ലോ പ്രകാരം അവരെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു ഏജൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ. സോ ദ ലോ പ്രകാരം അവരെ ഏജൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഈ ഏജൻസിന് എന്തുണ്ട്, ഇൻഡിപെൻഡൻറ്റ് പവർ ഉണ്ട്, ഡിസിഷൻസ് എടുക്കാനുള്ള ഇൻഡിപെൻഡൻറ്റ് പവർ ഈ ഏജൻസിനുണ്ട്. അതിന് നമ്മൾക്ക് ഡു നോട്ട് കൺസൾട്ട് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഓൾ മാറ്റേഴ്സ്. അതായത് എല്ലാ മാറ്റേഴ്സിനും നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം റൈറ്റ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ഏജൻറ്റിന് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാറ്റേഴ്സിനും ഡിസിഷൻ എടുക്കാനായിട്ടുള്ള റൈറ്റ് ആൻഡ് പവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പേഴ്സണലി ലയബിൾ അല്ല. സോ നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻ്റാണ് ഇവർ. സോ കമ്പനി ആയിരിക്കും അതിന് പേഴ്സണലി ലയബിൾ ആവുന്നത്, ഏജൻറ്റ് ഒരിക്കലും അതിന് പേഴ്സണലി ലയബിൾ ആവില്ല.
അതേപോലെ എന്തെങ്കിലും കോൺട്രാക്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. കമ്പനി വേറെ ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുമ്പോൾ ഒരിക്കലും അവിടെ ഏജൻറ്റിൻ്റെ നെയിം അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പേഴ്സണൽ നെയിമിൽ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നില്ല. കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഏജൻ്റായിട്ടായിരിക്കും ആ പേഴ്സൺ അവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ ആസ് ആൻ ഏജൻറ്റ്, ഡയറക്ടർ ഒരു ഏജൻ്റായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ലോ പ്രകാരം അവർ കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ഏജൻ്റാണ് ലോ പ്രകാരം. സോ എന്തെങ്കിലും ഡിസിഷൻസോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഏജൻസിന് ഡയറക്റ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കാം. അതേപോലെ എന്തെങ്കിലും കോൺട്രാക്റ്റിലേക്കോ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ പേഴ്സണൽ നെയിംസിൽ അവർക്ക് എൻ്റർ ചെയ്യേണ്ട, കമ്പനിയുടെ നെയിമിൽ എൻ്റർ ചെയ്താൽ മതി. അതേപോലെ എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയാണ് അതിന് ലയബിൾ, നോട്ട് ലയബിൾ ഫോർ ഏജൻറ്റ്. നെക്സ്റ്റ് പറയുന്നതാണ് പേഴ്സണൽ ലയബിലിറ്റീസ്. പേഴ്സണൽ ലയബിലിറ്റീസിൽ പറയുന്നതാണ് കമ്പനി കോൺട്രാക്ട് മെയ്ഡ് ഇൻ ദെയർ പേഴ്സണൽ നെയിം, കമ്പനി നെയിം യൂസ്ഡ് ഇൻകറക്ട്ലി വെൻ ദേ എക്സീഡ് ദെയർ പവർ. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനിയുടെ നെയിമിലാണ് അവരെല്ലാ കോൺട്രാക്റ്റും എൻ്റർ ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് പേഴ്സണൽ ലയബിലിറ്റിയിൽ പറയുന്നത് കമ്പനി എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ അയാളുടെ പേഴ്സണൽ നെയിമാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് കമ്പനീസ് നെയിം, കമ്പനി നെയിംസിന് പകരം പേഴ്സണൽ നെയിംസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഹീ ഷുഡ് ബി liable for the personal liability. Next കേസ് പറയുന്നതാണ് ഡയറക്ടർ ആസ് എ എംപ്ലോയി. ഡയറക്ടർ ആസ് എ എംപ്ലോയി എന്ന് പറയുന്നത് they are not employees or servant of the company. However, if they enter into contract of service, they can be treated as a employees. Actually ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, they are not a employees or servant. അവർ എംപ്ലോയീസോ സെർവൻറ്റോ ആയിട്ടല്ല ശരിക്കും എൻ്റർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ചിലപ്പോൾ അവർ കമ്പനിയുടെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സ്പെസിഫൈലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും they enter into a contract of the service, they can be treated as a employees. That means അവർ ചെയ്യുന്ന സർവീസ് എംപ്ലോയീസ് ആയിട്ട് ട്രീറ്റ് ചെയ്തോന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ എംപ്ലോയീസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അതിന് നോർമൽ കേസസിൽ they are not a employee or servant, but in special cases they enter into a contract, they specified they are treated as a employees. നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്ടേഴ്സ് ആസ് ഓഫീസേഴ്സ്. ഡയറക്ടേഴ്സ് ആർ ഓഫീസേഴ്സിൻ്റെ കേസസിൽ എന്താണ് പറയുന്നത്, they can be treated as officers and are liable to certain penalties of if in provision of the act is complied with. ചില സിറ്റുവേഷൻസിൽ എന്തായിട്ട് ആക്ട് ചെയ്യും, അവർ ഓഫീസേഴ്സായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ എന്തെങ്കിലും പെനാൽറ്റീസോ കാര്യങ്ങളോ പ്രൊവിഷൻസോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് ലയബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താ, ഓഫീസേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പേഴ്സണലി ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്ടേഴ്സ് ആസ് ട്രസ്റ്റി. ഡയറക്ടേഴ്സ് ആസ് ട്രസ്റ്റിയിൽ പറയുന്നത് ദേ ആർ ദ ട്രസ്റ്റി ഓഫ് ദ കമ്പനി മണി ഓർ പ്രോപ്പർട്ടി. ദേ ആർ ദ trustee for the quasi-trustee only as they are not owner and their functions and duties are not be trustees. The true position is that of the fiduciary relationship. Director as a trustee പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, although directors are not properly speaking trustee yet, they have always been considered as treated as a trustee of money which come to their hand, which actually under the control and ever since the joint stock companies were invested. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, ഡയറക്ടേഴ്സിനെ നമ്മൾ ട്രസ്റ്റി ആയിട്ടാണ്. സോ അവർക്കാണ് കമ്പനിയുടെ മണിയും പ്രോപ്പർട്ടിയും ഒക്കെ മാനേജ് ചെയ്യാനുള്ള പ്രൊവിഷനുള്ളത്. അപ്പോൾ ട്രസ്റ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഡയറക്ടേഴ്സിനെ ആയിരിക്കും. സോ ദേ ക്യാൻ റൈറ്റ് ടു മാനേജ് ദ മണി ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്പനി. സോ ദേ ആർ എ പവർ ടു എൻട്രസ്റ്റഡ് ടു ദം. അതായത് അപ്പോൾ അവർക്കായിരിക്കും അത് മാനേജ് ചെയ്യാനുള്ള പവേഴ്സും റൈറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പറയാം അവർ ശരിക്കും എന്താണ്, ദേ ആർ നോട്ട് എ റിയൽ ഓണേഴ്സ് ഓർ ട്രസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ നോട്ട് എ റിയൽ ഓണേഴ്സ് ആണ്. റിയൽ ഓണേഴ്സ് അല്ല അവർ. ബട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്, ട്രസ്റ്റീസ് ആയിട്ടായിരിക്കും ചില സിറ്റുവേഷൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അവർക്കാണ് എല്ലാ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും മണി ആൻഡ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനുള്ളത് കിട്ടുന്നത്. സോ നമ്മളപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോർഷൻ എന്ന് പറഞ്ഞാൽ ലീഗൽ പൊസിഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റോൾ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കമ്പനിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പല സിറ്റുവേഷൻസിലും ഡയറക്ടറിനെ പല പൊസിഷൻസിലേക്കാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കറക്റ്റ് പൊസിഷൻസ് നമുക്ക് കൊടുത്തിട്ടില്ല. ചില സിറ്റുവേഷൻസിൽ ഡയറക്ടർ ആക്ട് ആസ് എ ഏജൻറ്റ്, such a situation director acts as a trustee. In such cases it's a personal liability.
നെക്സ്റ്റ് നമുക്ക് പറയാം ഡയറക്ടർ ആസ് എ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഡയറക്ടർ ആസ് എ ട്രസ്റ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. സോ നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് പൊസിഷൻ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബട്ട് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള ഡിസിഷൻസും എടുക്കുന്നത് ആരായിരിക്കും? ഈ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇത്ര മിസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് മെയിനായിട്ട് എന്താണ് ബോർഡ് ആൻഡ് ഗവേണൻസ് പറഞ്ഞു. അതേപോലെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഡയറക്ടർ. ഡയറക്ടർ എന്ന് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആണ്, കമ്പനിയുടെ മാനേജ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാളിഫിക്കേഷൻ, അതായത് ഒരു ഡയറക്ടർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കി. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്, ലീഗൽ പൊസിഷൻ ഓഫ് ദ ഡയറക്ടറാണ് ലാസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. അപ്പോൾ ഇത്രയാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഈ മിസ് തന്നിരിക്കുന്ന ഈ 4 ക്വസ്റ്റ്യൻ, അതായത് ഇന്നെടുത്ത പോർഷൻസിലെ 4 ക്വസ്റ്റ്യനും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പോർഷനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. അതേപോലെ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പറയുന്നത് ഡയറക്ടർ ആരാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. സെക്കൻഡ് വൺ പറയുന്നതാണ് വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ഡയറക്ടർ ആൻഡ് വാട്ട് ആർ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ ഡയറക്ടർ. ഇതൊക്കെ എക്സാമിന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ട് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്കസ് ദ ലീഗൽ പൊസിഷൻ ഓഫ് ദ ഡയറക്ടർ. ഒരു ഡയറക്ടറിൻ്റെ ലീഗൽ പൊസിഷൻസ് എന്താണെന്നുള്ളതുകൂടി നോട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.